സീറ്റിനായുള്ള അവകാശവാദം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ഘടകകക്ഷികൾ. ജെഡിഎസും എം.പി. വീരേന്ദ്രകുമാറിന്റെ ലോക് താന്ത്രിക് ജനതാദളും ഫ്രാൻസിസ് ജോർജിന്റെ ജനാധിപത്യ കേരള കോൺഗ്രസും ഓരോ സീറ്റ് വീതം ആവശ്യപ്പെടും. വിവരങ്ങളുമായി ബി അരുൺ ചേരുന്നു. അരുൺ, പൊതുസ്വതന്ത്രർ പരിഗണിക്കപ്പെടും എന്ന സൂചന തന്നെയാണോ ഇ.പി. ജയരാജൻ നൽകുന്നത്? ഇന്ന് തന്നെ ഒരു അന്തിമ രൂപത്തിലേക്ക്, ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള അന്തിമ രൂപത്തിലേക്ക് CPM എത്തുമോ? CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഇന്ന് ഏകദേശ രൂപമാകും. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശം ഇന്ന് തന്നെ തയ്യാറാക്കുകയും ചെയ്യും. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന 15 സീറ്റുകളിലാണ് നിലവിൽ CPM മത്സരിക്കുമെന്ന് അറിയാൻ കഴിഞ്ഞ 15 സീറ്റുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥി പട്ടിക തന്നെ തയ്യാറാക്കും. അത് നാളെ ചേരുന്ന പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികൾക്ക് മുമ്പായി അവതരിപ്പിക്കും. അവിടെ നിന്നുള്ള ചർച്ചകളുടെ അടിസ്ഥാനത്തിലാകും 7-8 തീയതികളിൽ സംസ്ഥാന സമിതി ചേർന്ന സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകുക. 8-ാം തീയതി ഇടതുമുന്നണി യോഗം ചേരുന്നുണ്ട്. അതിന് മുന്നോടിയായി അല്ലെങ്കിൽ ആ യോഗത്തിന് ശേഷം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്യും. പൊതുസമ്മതർ ഇപ്പോഴും ഇത്തവണയും CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകുമെന്ന വ്യക്തമായ സൂചന തന്നെയാണ് ഇ.പി. ജയരാജൻ നൽകുന്നത്. പത്തനംതിട്ട മണ്ഡലം കേരള കോൺഗ്രസിന് വിട്ടുകൊടുത്തേക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ്. പക്ഷേ ഒരുപക്ഷെ അവിടെയും CPM ഒരു പൊതുസ്വതന്ത്രനെ പരീക്ഷിക്കാൻ ഇടയുണ്ടെന്ന് പറയേണ്ടി വരും. കോട്ടയത്ത് CPM-ന്റെ ജില്ലാ സെക്രട്ടറി അംഗം P.K. ഹരികുമാർ, ഏറ്റുമാനൂർ MLA സുരേഷ് കുറുപ്പ് എന്നിവരെയാണ് പരിഗണിക്കുന്നത്. അവിടെയും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി, സർവ്വസമ്മതനായ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി അവതരിപ്പിക്കാൻ CPM ശ്രമിക്കുന്നുണ്ട്. എറണാകുളമാണ് അത്തരത്തിൽ സ്വതന്ത്രയെ മത്സരിപ്പിക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു മണ്ഡലം. ഒരുപക്ഷെ അവിടെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അംഗം P. രാജീവ് തന്നെ മത്സരിച്ചേക്കും. മറ്റ് പൊതുസ്വതന്ത്രരെ തേടുന്ന മണ്ഡലങ്ങൾ പൊന്നാനിയും അതുപോലെ മലപ്പുറവുമാണ്. ഇവിടെ CPM നേതാക്കളെ തന്നെ പൊന്നാനിയിൽ CPM ചിഹ്നത്തിൽ മത്സരിക്കണമെന്ന ആവശ്യവും ശക്തമായുണ്ട്. ഏതായാലും 1-2 ഇടങ്ങളിലും CPM ഇത്തവണയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ, പൊതുസമ്മതരെ ആലോചിക്കും അല്ലെങ്കിൽ പരിഗണിക്കുമെന്ന വിവരം തന്നെയാണ് ഇപ്പോൾ ഇ.പി. ജയരാജന്റെ വാക്കുകളിലൂടെയും നമുക്ക് വ്യക്തമാകുന്നത്. കൊല്ലത്ത് CPM സംസ്ഥാന സെക്രട്ടറി കൂടിയായ KN ബാലഗോപാൽ മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. ആറ്റിങ്ങലിൽ സിറ്റിംഗ് എം പി സമ്പത്തിന് ഒരു അവസരം കൂടി നൽകും. ആലപ്പുഴയിൽ CS സുജാത, AM ആരിഫ് എന്നിവരുടെ പേരുകൾക്കാണ് മുൻഗണന. ഇതിൽ AM ആരിഫ് സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത കൂടുതൽ. എറണാകുളത്ത് സൂചിപ്പിച്ച പോലെ P. രാജീവ് മത്സരിച്ചേക്കും. പൊതുസമ്മതനെ നിർത്താൻ പാർട്ടി തീരുമാനിക്കുന്നില്ല എങ്കിൽ P. രാജീവ് തന്നെയാണ് അവിടെ സാധ്യത. ചാലക്കുടിയിൽ സിറ്റിംഗ് MP ഇന്നസെന്റിന് ഒരു അവസരം കൂടി നൽകണമെന്ന അഭിപ്രായം CPM-ൽ ശക്തമാണ്. അങ്ങനെയല്ലെങ്കിൽ അവിടെ സാജു പോളിന്റെ പേരും പരിഗണിക്കപ്പെടുന്നുണ്ട്. കണ്ണൂരിൽ P.K. ശ്രീമതി വീണ്ടും മത്സരിക്കുമെന്ന് ഉറപ്പാണ്. കാസർഗോഡ് മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായ KP സതീശനാകും സ്ഥാനാർത്ഥി. വടകരയിൽ പല പേരുകൾ CPM പരിഗണിക്കുന്നുണ്ട്. ഇപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞു കേൾക്കുന്നത് ഒന്ന് P. സതീദേവി, മുൻ MP ആണ് അവിടുത്തെ. മറ്റൊന്ന് CPM-ന്റെ സംസ്ഥാന സമിതി അംഗം P. ശിവദാസനാണ്. SFIയുടെ അഖിലേന്ത്യാ നേതാവായിരുന്നു. ഡൽഹിയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള യുവ നേതാവാണ് ശിവദാസനെ ഒരുപക്ഷെ വടകരയിൽ CPM സ്ഥാനാർത്ഥിയാക്കിയേക്കും. കോഴിക്കോട് മുഹമ്മദ് റിയാസിന്റെ പേരിനാണ് പ്രാമുഖ്യം. പക്ഷേ അവിടെ 3 തവണ MLA ആയ കോഴിക്കോട് മണ്ഡലത്തിൽ വളരെ സുപരിചിതനായ നേതാവ് A. പ്രദീപ് കുമാറിന്റെ പേരും ശക്തമായി തന്നെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇടുക്കിയിൽ ജോയിസ് ജോർജ് വീണ്ടും മത്സരിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ഇത്തരത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കണമെന്ന ആവശ്യമാണ് CPM-ലുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാകും CPM-ന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പുരോഗമിക്കുക. 15 സീറ്റിൽ കഴിഞ്ഞ തവണ CPM മത്സരിച്ചു. ഇത്തവണയും അതിൽ കുറയാനൊരിടയുമില്ല. ഒരു സീറ്റ് കഴിഞ്ഞ തവണ ജനതാദൾ എസിന് കോട്ടയം സീറ്റ് നൽകിയിട്ടുണ്ട്. ഇത്തവണ അത് വേണ്ടെന്നവർ ആദ്യമേ പറഞ്ഞു. പക്ഷേ പകരം സീറ്റ് അവർ ആവശ്യപ്പെടുന്നുണ്ട്. എറണാകുളമാണ് അവർ ഇപ്പോൾ ഏറ്റവും ശക്തമായി ആവശ്യപ്പെടുന്ന സീറ്റ്. അവിടെ മുൻ ഡെപ്യൂട്ടി മേയറായ സാബു ജോർജിനെ മത്സരിപ്പിക്കാനുള്ള ആലോചനയാണ്. ജോസ് തെറ്റയിലും അവിടെ സീറ്റ് മോഹവുമായി രംഗത്തുണ്ട്. പക്ഷേ ഇത്തവണ ജനതാദൾ എസിന് സീറ്റ് നൽകുമെന്ന കാര്യത്തിൽ ഇനിയും ഉറപ്പ് പറയാറായിട്ടില്ല. ലോക് താന്ത്രിക് ജനതാദൾ വടകരയോ കോഴിക്കോടോ ആണ് ആവശ്യപ്പെടുന്നത്. ഇല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിന് അവർ തയ്യാറെടുക്കുന്നുണ്ടെന്ന സൂചനയും വരുന്നു. അതുപോലെ തന്നെയാണ് ജനതാദൾ എസിൻ്റെ കാര്യവും. അവരും ഒരു സൗഹൃദ മത്സരം വേണമെന്ന അഭിപ്രായം പാർട്ടിയിൽ ഒരു വിഭാഗത്തിനുണ്ട്. പക്ഷേ അത് ഒരു വിഭാഗത്തിന് മാത്രമാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ്. കൃഷ്ണൻകുട്ടി വിഭാഗം അത്തരമൊരു സൗഹാർദ്ദ മത്സരം വേണമെന്ന അഭിപ്രായമുള്ളവരല്ല. അതുകൊണ്ട് ആ നീക്കങ്ങൾ എത്രത്തോളം ഫലവത്താകുമെന്ന് ഇനിയും അറിയേണ്ടതുണ്ട്. ഒരു പക്ഷേ അവരുമായി ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ A. സജീവൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ A. സജീവൻ, പൊതുസമ്മതരെ വേണമെങ്കിൽ ഇക്കുറിയും ഇറക്കും എന്ന സൂചനയാണ് മന്ത്രി ഇ.പി. ജയരാജൻ നൽകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ തവണ ഇന്നസെന്റിനെ, ജോയിസ് ജോർജിനെ പോലെയുള്ളവരെ ഇറക്കി ജയം നേടാൻ CPM-ന് കഴിഞ്ഞിരുന്നു. അത്തരം പരീക്ഷണങ്ങൾ ഇത്തവണയും ഉണ്ടാകും എന്നാണോ പ്രതീക്ഷിക്കേണ്ടത്? വിജയസാധ്യതയാണല്ലോ നോക്കേണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ തവണ ഇന്നസെന്റിനെ ഉൾപ്പെടെയുള്ള ജോയിസ് ജോർജിനെ ഉൾപ്പെടെയുള്ള ആളുകളെ സ്ഥാനാർത്ഥികളാക്കിയത്. പക്ഷെ നമ്മൾ നോക്കേണ്ടത്, ഇങ്ങനെ ജയിച്ചു പോയ ആളുകൾക്ക് ആ പദവിയോട് എത്രമാത്രം കൂറ് കാണിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു ചോദ്യമുണ്ട്.
ഒരു MP എന്ന നിലയിൽ ഇന്നസെന്റിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ അദ്ദേഹം എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് ആദ്യം ഉത്തരം കണ്ടെത്തേണ്ടത് CPM തന്നെയാണ്. ഒരാൾ ജയിപ്പിച്ചു വിടുക, ലോക്സഭയിൽ ഒരു സീറ്റിൽ ഇരിക്കാൻ ഒരാൾ ഉണ്ടാവുക എന്നതിനപ്പുറത്ത് അദ്ദേഹത്തിന് ഈ ജനാധിപത്യപരമായിട്ടുള്ള പ്രക്രിയയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം. അതൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഇന്നസെന്റ് തെളിയിച്ചതാണ്. അപ്പോൾ സ്ഥാനാർത്ഥിയെ നിർത്തി ഒരു സിനിമാതനം നിർത്തിയിട്ട് വിജയിപ്പിക്കുക എന്നുള്ള രീതിയല്ല നോക്കേണ്ടത്. അവിടെ രാഷ്ട്രീയ പ്രവർത്തനം, ജനാധിപത്യപരമായിട്ടുള്ള കടമകൾ നിർവഹിക്കാൻ കഴിയുന്ന ആളുകൾ ഉണ്ടാവുക. അപ്പൊ അങ്ങനെ എത്രയോ ആളുകളെ അവരിപ്പോ നമുക്കറിയാം, ഇതേപോലെ ഒരു സിനിമയുടെയോ മറ്റും ഗ്ലാമർ ഇല്ലാതെ രംഗത്തുണ്ടായിരുന്ന ആളായിരുന്നല്ലോ രാജീവ് വെറും പത്രപ്രവർത്തകനായിരുന്ന ആളാണ് അദ്ദേഹം. പക്ഷേ അവിടെ പോയിട്ട് വളരെ ശക്തമായ രൂപത്തിൽ അദ്ദേഹത്തിന് പാർലമെന്റിൽ ശോഭിക്കാൻ കഴിയും. രാജ്യസഭയിലായാലും ലോക്സഭയിലായാലും അവിടെ ജനാധിപത്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട രാജ്യത്തെ ബാധിക്കുന്ന കാര്യങ്ങളിൽ ശക്തമായ രൂപത്തിൽ തന്റെ പാർട്ടിയുടെ നിലപാടും സ്വന്തം നിലപാടും അവിടെ വ്യക്തമാക്കുക എന്നുള്ളതാണ് ഒരു MP-യുടെ കടമ. ബാക്കിയുള്ളതല്ല. MP ഫണ്ട് എന്ന് പറയുന്ന MP അധ്വാനിച്ചുകൊണ്ടിരുന്ന കാശൊന്നുമല്ലല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ആളുകളെയാണ് കണ്ടെത്തേണ്ടത്. ചിലപ്പോൾ പണച്ചാക്കുകൾ നിർത്തി കഴിഞ്ഞ തവണ CPM പരീക്ഷിച്ച മറ്റൊരു കാര്യം പണച്ചാക്കുകൾ നിർത്തിയിട്ട് ജയിക്കാനുള്ള സാധ്യത നോക്കുന്നത്. അതും തെറ്റായിട്ടുള്ള കീഴ്വഴക്കമാണ്. ഒരുപക്ഷെ ഫണ്ട് പാർട്ടി കണ്ടെത്തേണ്ട ഒരവസ്ഥ ഒരുപക്ഷെ ഉണ്ടായേക്കും, അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് പാർട്ടിക്ക് ഫണ്ട് കിട്ടുന്നൊരവസ്ഥ ഉണ്ടായേക്കും. പക്ഷെ അതൊന്നും അല്ല വേണ്ട. ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ അവർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യത്തിന്റെ രീതിയിൽ നിന്ന് മാറിപ്പോവാതെ എങ്ങനെയെങ്കിലും ജയിച്ചു കയറാൻ പൊതു സ്വതന്ത്രരെ നിർത്തുന്നത് ജനാധിപത്യത്തിന്റെ രീതി എന്ന നിലയിലാണ് EP ജയരാജൻ അതിനെ അവതരിപ്പിക്കുന്നത്. ശ്രീ A. സജീവൻ, മറ്റൊന്ന് സിറ്റിംഗ് MP-മാരിൽ ആർക്കൊക്കെ മത്സരിക്കാനുള്ള അവസരം ലഭിക്കുന്നു എന്നതാണ്. P. കരുണാകരൻ ഒഴികെയുള്ള സിറ്റിംഗ് MP-മാർക്ക് മത്സരിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുമെന്നാണോ താങ്കൾ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും കരുണാകരന്റെ കാര്യത്തിൽ പ്രായം മാത്രമാണുള്ളത്. പക്ഷെ അദ്ദേഹത്തിന് പ്രവൃത്തിയുടെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല. ഇത് പ്രായത്തിന്റെ പ്രശ്നം, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് അതേപോലെയല്ല CPM നോക്കേണ്ടത്. അവർ ചെയ്യേണ്ടത് ഓരോ MP-യുടെയും പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വിലയിരുത്തൽ നടത്തണം. പല ആളുകളും എല്ലാ ആളുകളും നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ആളുകൾ പറയും രാജേഷിനെ പോലുള്ള ആൾക്കെതിരെ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ UDF-ന് കഴിയുമോ, പാലക്കാട് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്നുണ്ട്. രാജേഷിന്റെ പ്രവർത്തനത്തിന്റെ, അദ്ദേഹത്തിന്റെ പാർലമെന്റിനകത്തും പുറത്തുമുള്ള പ്രവർത്തനത്തിന്റെ മികവിനെയാണ് കാണിക്കുന്നത്. അത്തരത്തിലുള്ള ആളുകൾ കണ്ടെത്തുക എന്നുള്ളത്. അപ്പൊ അതിന് പുറമെന്ന ആളുകളെ കണ്ടെത്തും. ഇപ്പൊ ഈ പാർട്ടിക്കകത്തു നിന്നല്ലാത്ത പൊതുസമ്മതരായിട്ടുള്ള ആളുകളെ കണ്ടെത്തുന്നതിൽ തെറ്റ. പൊതുസമ്മതർക്ക് പൊതുസമ്മതി പണവും പൊതുസമ്മതി സെലിബ്രിറ്റി എന്നുള്ള അവസ്ഥയും മാത്രമല്ല ഉണ്ടാവേണ്ടത്. അവർക്ക് അവരുടെ കഴിവുള്ള ജനങ്ങൾക്കിടയിൽ അതിന്റെ പേര് കഴിവുകൊണ്ട്, സ്വന്തം കഴിവുകൊണ്ട്, പൊതുപ്രവർത്തന രംഗത്തെ കഴിവുകൊണ്ട് സ്വാധീനം നേടിയെടുക്കാൻ പറ്റിയിട്ടുള്ള ആളുകളെ, അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി കൊണ്ടുവരിക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. ആ നല്ല കാര്യത്തിലേക്ക് പോകുന്നതിന് ഇപ്പൊ ജയരാജൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. അത് ചെയ്യുന്നതിന് പകരമായിട്ട് പലപ്പോഴും കഴിഞ്ഞ തവണയും ഒരുപക്ഷെ ഇത്തവണയും ഒക്കെ CPM ചെയ്യാൻ സാധ്യതയുള്ളത് അവർ വളരെ മോശമായിട്ട്, CPM മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ തവണ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയുടെ സ്ഥിതി അറിയാമല്ലോ. ദയനീയമായ രൂപത്തിൽ പിന്നെ അവിടെ LDF സ്ഥാനാർത്ഥി പരാജയപ്പെട്ടതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇപ്പോൾ CPI-ക്കാർ തന്നെ പറയും ഞങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമായിരുന്നു അത്. ശരി, ദയവായി താങ്കൾ തുടരുക. ഇപ്പോൾ ആന്റണി രാജു, ജനാധിപത്യ കേരള കോൺഗ്രസ് പ്രതിനിധി, നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നു. ശ്രീ ആന്റണി രാജു, CPM ഇന്ന് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ആലോചനകൾക്ക് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുകയാണ്. എന്താണ് ഘടകകക്ഷികളോടുള്ള സമീപനം എന്നത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ സീറ്റ് ആവശ്യം ഇതിനോടകം മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. സീറ്റ് ലഭിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണോ ഇപ്പോഴും ഉള്ളത്? ജനാധിപത്യ കേരള കോൺഗ്രസുമായുള്ള ചർച്ച ഇന്ന് രാത്രി 7:45 ആദ്യം നിശ്ചയിച്ചിരുന്നത്. പക്ഷെ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ഇടുക്കി പാർലമെന്റ് മണ്ഡലം സമ്മേളനവും പ്രകടനവും പൊതുസമ്മേളനവും ഇന്ന് തൊടുപുഴയിൽ നടക്കുന്നത് കൊണ്ട് മറ്റൊരു സമയത്തേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ഇടതുപക്ഷ CPM-ഉമായിട്ടുള്ള ചർച്ച, ഉഭയകക്ഷി ചർച്ച നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് AK സെന്ററിൽ വെച്ച് നടക്കുകയാണ് ജനാധിപത്യ കേരള കോൺഗ്രസുമായി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് ഏതെങ്കിലും സീറ്റ് വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടാൻ തീരുമാനിച്ചിട്ടില്ല. എന്നാൽ മധ്യ തിരുവിതാംകൂറിന്റെ പ്രത്യേകമായ രാഷ്ട്രീയ സവിശേഷതയും സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലവുമെല്ലാം വിലയിരുത്തിക്കൊണ്ട് ഏതെങ്കിലും ഒരു സീറ്റിൽ ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടി മത്സരിക്കണം എന്ന് CPM-ഉം ഇടതുപക്ഷ മുന്നണിയും
തീരുമാനിച്ചാൽ ഞങ്ങൾ മത്സരിക്കാൻ തയ്യാറാണ് എന്നുള്ള വിവരം ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾക്കായിട്ടൊരാവശ്യമില്ല? അല്ല, ഞങ്ങൾ അങ്ങനെ ഒരു സീറ്റിന് വേണ്ടിയുള്ള ആവശ്യം ഉന്നയിക്കുന്നതല്ല. JDS അവരുടെ സീറ്റ് സംബന്ധിച്ച് വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പണ്ട് സീറ്റിന്റെ കാര്യത്തിൽ മുന്നണി വിടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുക കൂടി ചെയ്യുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അത് അത്തരം കാര്യങ്ങളൊക്കെ അവരുടെ ആഭ്യന്തര കാര്യമാണ്. ഇടതുപക്ഷ മുന്നണിയിലെ മറ്റൊരു ഘടകങ്ങളുടെ നിലപാടിനെ കുറിച്ച് ഞങ്ങളൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ. അവരവർക്ക് അവരുടേതായ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് വിലയിരുത്തുവാനുള്ള പരിണിതപ്രജ്ഞരായ നേതാക്കന്മാർ CPM-ലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലും ഉണ്ട്. ഞങ്ങൾ മറ്റൊരു കക്ഷിയുടെ നിലപാടിനെ കുറിച്ചോ അഭിപ്രായത്തെക്കുറിച്ചോ ഒരു വിലയിരുത്തലോ ഒരു അഭിപ്രായ പ്രകടനമോ നടത്തുന്നത് ശരിയല്ല. വളരെ നന്ദി ശ്രീ ആന്റണി രാജു ഞങ്ങളോട് സഹകരിച്ചതിന്. VV അരുൺ തുടരുന്നുണ്ട്. അരുൺ, മറ്റൊന്ന് സ്ത്രീകളുടെ പ്രാതിനിധ്യം സംബന്ധിച്ചാണ്. ഇന്നലെ CPI-യുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ സ്ത്രീ പ്രാതിനിധ്യമില്ല എന്നത് വിമർശനത്തിന് വിധേയമാകുന്ന ഒരു സാഹചര്യമുണ്ട്. CPM-ന്റെ സ്ഥാനാർത്ഥി CPM-ന് മേൽ ആ ബാധ്യത കൂടി വന്നു ചേരുകയുമുണ്ട്. അങ്ങനെ പരിഗണിക്കപ്പെടുന്ന സ്ത്രീകൾ ആരൊക്കെയാണ് മത്സരരംഗത്ത് ഉണ്ടാകാൻ ഇപ്പോൾ പരിഗണനയിലുള്ളത്? രേണുക, PK ശ്രീമതി കണ്ണൂരിൽ നിന്ന് വീണ്ടും മത്സരിക്കുന്നുണ്ട്. കേന്ദ്ര കമ്മിറ്റി അംഗവും CPM-ന്റെ മുതിർന്ന നേതാവാണ്. വനിതാ പ്രാതിനിധ്യം എന്ന നിലയിൽ PK ശ്രീമതിയുടെ പേര് ഉയർത്തിക്കാട്ടാം. പക്ഷേ അത് ഒരുപക്ഷെ അതിൽ മാത്രം ഒതുങ്ങാനുള്ള സാധ്യതയും തള്ളിക്കിടാനാകില്ല. കാരണം വടകരയിൽ P സതീദേവിയുടെ പേര് പരിഗണനയിലുണ്ടെങ്കിലും എത്രത്തോളം അത് സ്ഥാനാർത്ഥിയിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ ഇപ്പോൾ ഉറപ്പില്ല. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ CPM-ന്റെ വനിതാ പ്രാതിനിധ്യം മത്സരിക്കുന്നതിൽ തന്നെ ഒന്നായി ചുരുങ്ങും. കഴിഞ്ഞ തവണ ഒരു MP അവർക്ക് പാർലമെന്റിൽ ഉണ്ടായിരുന്നു, അത് PK ശ്രീമതിയാണ്. അവർ ഇത്തവണയും മത്സരിക്കുന്നുണ്ട്. മറ്റു വനിതകളെയൊന്നും CPM പരിഗണിച്ചില്ല എന്ന വിമർശനം ഉയരാൻ ഇടയുണ്ട്. പ്രത്യേകിച്ച് CPI-യുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു വനിത പോലുമില്ല. ഇത്തവണ എന്തായാലും വനിതകൾ ഉണ്ടാകുമെന്ന് നേരത്തെ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഉറപ്പു നൽകിയതാണ്. കഴിഞ്ഞ വർഷത്തെ പോലെ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിലെ സാഹചര്യമല്ല. നവോത്ഥാനം, സ്ത്രീ മുന്നേറ്റം തുടങ്ങിയ വലിയ മുദ്രാവാക്യങ്ങൾ, സ്ത്രീകൾക്ക് തുല്യ പരിഗണന തുടങ്ങിയ വലിയ മുദ്രാവാക്യങ്ങളാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി CPM-ഉം ഇടതുമുന്നണിയും എടുത്തു പോകുന്നത്. ആ ഒരു മുന്നണിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു വനിത എന്നത് ഒരു കാരണവശാലും പൊതുസമൂഹം അംഗീകരിക്കുന്നതായി മാറില്ല. അതിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നു വരും. അതുകൊണ്ട് ഒരുപക്ഷെ ഒരാളെ കൂടിയെങ്കിലും പരിഗണിക്കണമെന്ന ആവശ്യവും CPM-ൽ ശക്തമാണ്. PK ശ്രീമതിയുടെ സ്ഥാനാർത്ഥം ഉറപ്പാണ്. P സതീദേവി കൂടി മത്സരിക്കുമോ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ പത്തനംതിട്ടയിലടക്കം പരിഗണിക്കപ്പെടുന്ന സ്വതന്ത്രരിൽ ഒരുപക്ഷെ വനിതകളെ ഉൾപ്പെടുത്താനുള്ള സാധ്യത ഇപ്പോൾ തള്ളിക്കളയാനാകില്ല. പത്തനംതിട്ടയിൽ മറ്റു ചില സാധ്യതകളും CPM ആലോചിക്കുന്നുണ്ട്. പക്ഷേ അവിടെയും വനിതാ പ്രാതിനിധ്യത്തിൻ്റെ കാര്യത്തിൽ ഇതുവരെ ഉറപ്പ് വരാൻ കഴിയില്ല. ഏതായാലും ഒരു വനിത മാത്രം ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. അതിലൊന്നുകൂടി ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല. അത് P സതീദേവിക്കാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് സാധ്യത കൽപ്പിക്കാനാകുന്നത്. VV അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് അന്തിമ രൂപം നൽകാൻ CPI ദേശീയ എക്സിക്യൂട്ടീവും ഇന്ന് ചേരും. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ദേശീയ നേതൃത്വം ഇന്ന് അംഗീകാരം നൽകും. തെരഞ്ഞെടുപ്പ് സഖ്യങ്ങളുടെ കാര്യത്തിലും ദേശീയ എക്സിക്യൂട്ടീവ് അന്തിമ തീരുമാനമെടുക്കും. കേന്ദ്ര നേതാക്കൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമോ എന്ന കാര്യവും ഇന്ന് തീരുമാനിക്കും.